ഏതവസ്ഥകളിൽ മേലും ആ ഒരു അവസ്ഥകളിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രൊഫസി ചെയ്യുക. നിങ്ങൾ പ്രൊഫസി ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽ യഹോവ തൻ്റെ ജീവശ്വാസം ഊതി നിങ്ങളുടെ ചത്ത അവസ്ഥകൾക്ക് തീർച്ചയായും ജീവൻ നൽകുന്നതായിരിക്കും. Breath of God. According to the Bible, it is the breath of God. It is the breath of God. നമ്മൾ നമ്മുടെ ചിന്തകളിലാണ് ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത്. ചത്ത അവയവങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നതായിരിക്കും. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചത്ത സിറ്റുവേഷൻസ്, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ജീവനില്ലാത്ത അവസ്ഥകൾ, ചത്ത അവയവങ്ങൾ, ചത്ത ഫൈനാൻസസ്, ചത്ത ബിസിനസ്, ചത്ത കുടുംബ ബന്ധങ്ങൾ, ചത്ത കുടുംബങ്ങൾ, ചത്ത കരിയർ, ഇങ്ങനെ ചത്ത ജീവനില്ലാത്ത ഒരു ഹോപ്പുമില്ലാത്ത സിറ്റുവേഷൻസിൽ കൂടി കടന്നു പോകുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ചത്ത അവസ്ഥകൾ, നിങ്ങളുടെ ഹോപ്പ്ലെസ് ആയിട്ടുള്ള അവസ്ഥകൾ മാറുമോ? ചത്ത അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ സാത്താൻ ഓർമ്മിപ്പിക്കുന്നതാണ്, ഇതിന് ഒരു മാറ്റം വരത്തില്ല, ഹോപ്പ്ലെസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡെഡ് എൻഡാണ് നീ എത്തി നിൽക്കുന്നത് എന്ന് കൂടെ കൂടെ നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു ചത്ത അവസ്ഥകളിൽ മേലും ദൈവത്തിന് വൻ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് വൻ മാറ്റം ചെയ്യാൻ കഴിയും എന്നുള്ളത് പറയാനാണ് ഞാൻ ഇന്ന് ഈ ഒരു മെസ്സേജിൽ കൂടി ആഗ്രഹിക്കുന്നത്. ജീവനില്ലാത്ത അവസ്ഥകൾക്ക് ജീവൻ നൽകുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ ആദ്യം കാണുന്ന വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ. പൊടിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച്, മനുഷ്യൻ്റെ ശരീരം സൃഷ്ടിച്ച് യഹോവ ചെയ്യുന്നതാണ്, അവൻ്റെ മൂക്കിലേക്ക് യഹോവ ജീവശ്വാസം ഊതുകയാണ് ചെയ്യുന്നത്. ഗോഡ് ബ്രീത്ത്സ് ഇൻ ടു ഹിസ് നോസ്ട്രിൽസ് ബ്രെത്ത് ഓഫ് ലൈഫ്, ദ ബ്രെത്ത് ഓഫ് ലൈഫ്. ജീവശ്വാസം കിട്ടുമ്പോൾ ആദമിൻ്റെ ശരീരം ജീവനുള്ള ശരീരമായിട്ട് അവിടെ നിന്നും എണ്ണീക്കുകയാണ്. ജീവനില്ലാത്ത ശരീരത്തിന് ജീവൻ നൽകുന്നത് യഹോവയുടെ ബ്രത്താണ്, ദ ബ്രത്ത് ഓഫ് ലൈഫ്. ഈ ഒരു യഹോവയുടെ ശ്വാസത്തിനെ കുറിച്ച് പിന്നെയും നമ്മൾ കാണുന്നത് എഹെസ്കേലിൻ്റെ പുസ്തകത്തിലാണ്. എഹെസ്കേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ യഹോവ എഹെസ്കേലിനോട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? സൺ ഓഫ് മാൻ, ക്യാൻ ദീസ് ബോൺസ് ലിവ്? എഹെസ്കേൽ നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ബോൺസ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന് ആ ബോൺസിലൊന്നും ഒരു ജീവന് ഒരിക്കലും വരാൻ പറ്റത്തില്ലാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എഹെസ്കേൽ പറയുന്നത് അവ ഏറ്റവും തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ബോൺസ് ആയിരുന്നു എന്നുള്ളതാണ്. എഹെസ്കേൽ എന്നാൽ യഹോവയ്ക്ക് ഉത്തരം നൽകുന്നത് ഓ ലോഡ് യു നോ എന്നാണ്. ദൈവമായ കർത്താവെ, നീ അറിയുന്നു. ഇതിന് എഹെസ്കേലിൻ്റെ ഉത്തരം വളരെ നല്ല ഉത്തരം തന്നെയാണ്. എഹെസ്കേൽ ഇല്ലെന്നോ ഉണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്, ഓ ലോഡ് യു നോ എന്ന് യഹോവയോട് പറയുന്നു. ഇതിന് ശേഷം യഹോവ എഹെസ്കേലിനോട് പറയുകയാണ്, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വളരെ മേന്മേറിയ ഒരു സ്ക്രിപ്ചറാണിത്. ഈ അസ്ഥികളിന്മേൽ, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. എഹെസ്കേലിന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം. നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയുമെന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എഹെസ്കേൽ ഈ അസ്ഥികളിന്മേൽ പ്രവചിക്കുകയാണ്. എഹെസ്കേൽ അസ്ഥികളോട് പറയുകയാണ്, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലായിരുന്നു. മനുഷ്യപുത്ര എന്ന് അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് അവൻ കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരുടെ മേൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. യഹോവ പറയുകയാണ്, മനുഷ്യപുത്ര, നീ പ്രവചിക്കുക, ഈ അസ്ഥികളുടെ മേൽ നീ പ്രവചിക്കുക. ഞാൻ അവയുടെ മേൽ വലിയ മാറ്റം വരുത്തുകയാണ്, അല്ലെങ്കിൽ അവരുടെ അസ്ഥികളെല്ലാം കൂട്ടി യോജിപ്പിക്കുകയാണ്.
2 സ്റ്റെപ്പായിട്ടാണ് ഈ അസ്ഥികളിന്മേൽ ജീവൻ വരുന്നത്, അല്ലെങ്കിൽ അവയ്ക്ക് ജീവൻ വെക്കുന്നത്. ആദ്യം അത് ഒരു ശരീരമാവുകയാണ്. പൊടിയിൽ നിന്നും മനുഷ്യൻ്റെ ശരീരം ഉണ്ടാക്കിയതുപോലെ തന്നെ അതേ പ്രോസസ്സാണ് ഇവിടെയും വരുന്നത്. അസ്ഥിയോട് യോജിച്ച് മാംസവും ത്വക്കുമായിട്ട് പൊതിഞ്ഞ് അത് ആ അസ്ഥികളെല്ലാം ശരീരങ്ങളായി. പക്ഷേ അവയിൽ ശ്വാസമില്ലായിരുന്നു. രണ്ടാമതും യഹോവ യെഹെസ്കേലിനോട് പറയുകയാണ്, വീണ്ടും ഇവിടെ മേൽ നീ പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക എന്നാണ് പറയുന്നത്. കാറ്റിനോട് പ്രവചിക്കുക, നീ 4 ദിക്കുകളിൽ നിന്നും അല്ലെങ്കിൽ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഇവയുടെ മേൽ ആവസിക്കുക. ഈ പ്രവചനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അസ്ഥികളിലെല്ലാം ശ്വാസം വന്ന് അവയ്ക്കൊക്കെ ജീവൻ വരികയാണ്. അവ ഒരു എണ്ണീച്ച് വലിയ സൈന്യമായി തീരുകയാണ്. പിന്നീടുള്ള ഭാഗത്ത് യഹോവ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ ആ ഒരു തകർന്ന് നുറുങ്ങിയ ഏറ്റവും ഹോപ്പ്ലെസ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് വളരെ നല്ലൊരു വാക്യമാണ്. അത് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. പലർക്കും നമ്മുടെയൊക്കെ വല്ലാത്ത ക്ഷീണിതമായ അവസ്ഥകളിലുമൊക്കെ നമ്മൾ നേരിടുന്ന അതേ അവസ്ഥയാണ് യഹോവ പറഞ്ഞത്. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്ന് ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടുക, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഏറ്റവും ഇസ്രായേൽ മക്കളുടെ അവസ്ഥ ഏറ്റവും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ കാണുന്നത്. ഞങ്ങൾ ഏറ്റവും തകർന്ന് അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കിടക്കുന്നവരാണ്. യഹോവ പറയുന്നത്, നിങ്ങളുടെ ശവക്കുഴി തുറന്ന് ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. യഹോവയുടെ റെസ്റ്റോറേഷൻ പവറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും അന്ധകാരം നിറഞ്ഞ ഓരോ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും യഹോവയുടെ ശ്വാസം, യഹോവയുടെ ആത്മാവ് നമ്മുടെ ആ സിറ്റുവേഷനുകളിൽ വരുമ്പോൾ നമ്മുടെ ആ സിറ്റുവേഷനുകളെല്ലാം മാറി മറിയുന്നു. അവയൊക്കെ ജീവനുള്ള സിറ്റുവേഷൻസ് ആയിട്ട് യഹോവ മാറ്റുന്നു. നമ്മുടെ അവയവങ്ങളൊക്കെ വളരെയധികം പുനർജനിക്കുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥകളിലേക്ക് യഹോവ കൊണ്ടുവരുന്നതായിരിക്കും. കാരണം യഹോവയുടെ ബ്രത്ത് എന്ന് പറഞ്ഞാൽ ലൈഫ് ഗിവിങ് ബ്രത്താണ്. ഈ ഒരു ഇതിനകത്തൊക്കെ നമ്മൾ കാണുന്നത് യഹോവ പിന്നെ പറയുന്നതാണ്, ഐ വിൽ ബ്രീത്ത് ഓൺ ടു യു, ഐ വിൽ ബ്രീത്ത് ഇൻ ടു യു എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രത്ത് എന്ന ഒരു കാര്യത്തിന് വളരെയധികം മുൻതൂക്കം കൊടുക്കുന്നതായിട്ടാണ് ഈ 2 അധ്യായത്തിലും നമ്മൾ കാണുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ആദമിന് ലൈഫ് കൊടുക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രൈ ബോൺസിനെ ജനതയാക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. ഈ രണ്ടിലും ഈ ഒരു ബ്രത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ദ ബ്രത്ത് ഓഫ് ഗോഡ്? ഈ ബ്രത്ത് ഓഫ് ഗോഡ് എന്നുള്ള ഈ ഒരു പദത്തിന് ഹീബ്രുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് റുവ എന്നുള്ള വാക്കാണ്. റുവ അല്ലെങ്കിൽ റുവാഖ് എന്നുള്ള ആ ഒരു വാക്കാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത് റൂഹ എന്ന് പറയുന്ന ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്നത് തന്നെയാണ്. ഈ ഒരു സ്പിരിറ്റ് ഓഫ് ഗോഡിൻ്റെ റൂഹ അല്ലെങ്കിൽ റുവാക്ക് എന്ന ഈ ഒരു ഹീബ്രു പ്രയോഗം നമ്മൾ ആദ്യം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ്. അവിടെ പറയുന്നുണ്ട്, ദ സ്പിരിറ്റ് വാസ് ഹോവറിങ് ഓവർ ദ വാട്ടർ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പ്രവഹിച്ചു കൊണ്ടിരുന്നു എന്നുള്ള ആ ഒരു വേഴ്സിലാണ് ഏറ്റവും ആദ്യമായിട്ട് ബൈബിളിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത്. സോ ഹോളി സ്പിരിറ്റ് ഈസ് നത്തിങ് ബട്ട് the breath of God. As per the Bible, the Holy Spirit is nothing but the breath of God. The Bible says it is the breath of God. റുവ എന്നുള്ള ഈ ഒരു ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ബ്രെത്ത്, വിൻഡ് എന്നാണ്. ഈ ഒരു അധ്യായത്തിലും നമ്മൾ കാണുന്നത് വിൻഡ് എന്നാണ്. ആദമിന് ജീവൻ കൊടുക്കാൻ വേണ്ടി യഹോവ എന്ന് ജീവശ്വാസം ഊതുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ വൻ സൈന്യമായിട്ട് ഡ്രൈ ബോൺസിൻ്റെ ആ ഒരു വാലി മുഴുവൻ നിറഞ്ഞു നിന്ന ആ ഒരു ഡ്രൈ ബോൺസിനെ എണ്ണിപ്പിക്കാൻ വേണ്ടി യഹോവ അയക്കുന്നത് വൻ കാറ്റിനെയാണ്. ഇതേ കാറ്റ് തന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിലും കാണാൻ സാധിക്കും. ഇതിനു മുമ്പ് യഹോവ എന്ന ഊതിയ അതേ ബ്രെത്ത് അല്ലെങ്കിൽ അതേ ഒരു ബ്രീതിങ് യേശു ചെയ്തിട്ടുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ എന്ന് ഊതിയിട്ട് പറഞ്ഞു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. സോ ഹോളി സ്പിരിറ്റ് ഈസ് നത്തിങ് ബട്ട്, അക്കോർഡിംഗ് ടു ദ ബൈബിൾ, ഇറ്റ് ഈസ് ദ ബ്രത്ത് ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് ദ ബ്രത്ത് ഓഫ് ഗോഡ്. Bible has got wonderful definitions of everything. He has given every information about him in this book.
ബൈബിളിലില്ലാത്ത കാര്യങ്ങളില്ല. ദൈവത്തെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും ദൈവം കരുതി വെച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകത്തിൽ. നമ്മൾ അന്ത്യോക്യയിലോ നിഖ്യായിലോ കൊസ്തന്തീനോപ്പോലിസിലോ ഒന്നും പോകേണ്ട കാര്യമേ ഇല്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നതും. അത് തന്നെയായിരിക്കണം ഒരു സത്യ ക്രിസ്ത്യാനിയുടെ ലക്ഷണം. സത്യ വേദപുസ്തകമായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ, നമ്മുടെ വിശ്വാസത്തെ ചട്ടപ്പെടുത്തുന്നതും രൂപപ്പെടുത്തുന്നതും ഈ പുസ്തകം തന്നെയായിരിക്കണം. ഇത് ക്രിസ്ത്യാനികൾ പലപ്പോഴും മറന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് എനിക്ക് പറയാനുള്ളത് ചത്ത അവസ്ഥകൾക്ക് ജീവൻ നൽകാൻ കഴിയുന്ന ബ്രത്ത് ഓഫ് ഗോഡിനെ കുറിച്ചാണ്. ജീവശ്വാസം, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ്. ഇതേ ദൈവത്തിൻ്റെ ആ ഒരു ബ്രത്ത് തന്നെയാണ് പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരുടെ മേൽ എന്ന് ഊതിയിട്ട് പറയുന്നു, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. സെയിം കാര്യം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് തന്നെയാണ് നമ്മൾ പിന്നെ യേശുവിലും കാണുന്നത്. അപ്പനും മോനും ആയതുകൊണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഇതേ ഈ ഒരു കാറ്റിനെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തികളിൽ പെന്തക്കോസ്ത് ദിവസത്തിൽ ഇതേ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറയുന്നത്. ആ ഒരു വേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫ്രേസാണ് അത്. റഷിംഗ് മൈറ്റി വിൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. വലിയ കാറ്റ് അല്ലെങ്കിൽ മുഴങ്ങുന്ന കാറ്റ് പോലെയുള്ള ഒരു ശബ്ദം അവർ കേട്ടു എന്നാണ് പറയുന്നത്. ബ്രത്ത് ഓഫ് ഗോഡ്. ബ്രത്ത് ഓഫ് ഗോഡിന് സൗണ്ട് അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ട് എന്നുള്ള തന്നെയാണ്. ഈ റുവ എന്നൊരു വാക്കിൻ്റെ അർത്ഥം തന്നെ കാറ്റിൻ്റെ ശബ്ദം എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതിന്. ഇതൊക്കെ കാണിക്കുന്നത് ആ ഒരു പ്രൊഫസി ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും അന്ധകാരം നിറഞ്ഞ ഓരോ അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ, ചത്ത അവസ്ഥകളിൽ, ചത്ത സിറ്റുവേഷൻസിൻ്റെ ഒക്കെ മേലെ നമ്മൾ യഹോവയുടെ വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒക്കെ മേളിൽ ബ്ലെസ്സിങ് ആയിട്ടുള്ള പ്രൊഫസി നടത്തുക. അല്ലെങ്കിൽ യു സ്പീക്ക് എന്നാണ് യെഹെസ്കേലിനോട് യഹോവ പറയുന്നത്. നിങ്ങളുടെ അവസ്ഥകൾ ഏതുമായിരിക്കട്ടെ അതിനനുസരിച്ചിട്ടുള്ള മാറ്റത്തെക്കുറിച്ചുള്ള പ്രൊഫസി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആകെ ഒരു കാര്യം. യെഹെസ്കേൽ പ്രൊഫസി ചെയ്തപ്പോൾ, യെഹെസ്കേൽ പ്രവചിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ ഒരു അവസ്ഥകളിന്മേൽ വന്ന് നിറയുകയാണ്. ആ ഒരു ശ്വാസം, ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ആ ഒരു ചത്ത അവസ്ഥകൾ ജീവിക്കാൻ തുടങ്ങുകയാണ്. യഹോവയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. അതിനായിട്ട് നമുക്ക് ആകെ ചെയ്യാനുള്ളൊരു കാര്യമാണ് പ്രൊഫസി ഓവർ യുവർ ഡെഡ് സിറ്റുവേഷൻസ്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെയൊക്കെ ചത്ത അവസ്ഥകളിന്മേലും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുക. ഒരു ഹോപ്പും ഇല്ലാത്ത ആ ഒരു അവസ്ഥകളിലും ഞാൻ നിന്റെ ശവക്കുഴി തുറന്ന് നിന്നെ ശവക്കുഴിയിൽ നിന്ന് പുറത്ത് കടക്കും എന്ന് പറഞ്ഞ യഹോവയ്ക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള വിശ്വസിച്ചുകൊണ്ട് keep prophesying over your dead situations. Keep declaring the word of God over your dead situations. കുറച്ച് നാൾ മുമ്പ് ഞാൻ ബ്ലഡ് ഓഫ് ജീസസിനെ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫെയ്ത്ത് ഡിക്ലറേഷൻസ് കൊണ്ടുവന്നായിരുന്നു. അന്നേരം ഇപ്പം ഞാൻ ഒരാളുടെ കമൻറ്റ് കണ്ടു, ഇത് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള ഫെയ്ത്ത് ഡിക്ലറേഷൻസ് അല്ല എന്നുള്ളത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിലെ ഈ ഒരു പ്രൊഫസിയാണ്. ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്ചർ അല്ലായിരുന്നു യഹോവ പറഞ്ഞത്. യഹോവ പറഞ്ഞത് ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. വെറും ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ബോൺസിൻ്റെ മേൽ നീ പ്രൊഫസി ചെയ്യുക. ഈ ബോൺസിൻ്റെ മേൽ, ഈ ഒരു അസ്ഥികളുടെ മേൽ ഞാൻ ഞരമ്പും മാംസവും കൊണ്ട് പൊതിഞ്ഞ്, ഇതിനെ ത്വക്ക് പൊതിഞ്ഞ് ഇതിൽ ഞാൻ ജീവശ്വാസം ഊതും എന്നുള്ളത്. അതുവരെ ഉള്ള ഒരു പുസ്തകത്തിലും ഇല്ലാത്ത ഒരു വാക്കാണിത്. ഓരോ സിറ്റുവേഷൻസിനും അനുസരിച്ചായിട്ടുള്ള പ്രത്യാശ വാക്യങ്ങളാണ് നമ്മുടെ ഫെയ്ത്ത് ഡിക്ലറേഷൻസ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളിലാണ് ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നത്. പലരുടെയും ഒക്കെ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, ആൾക്കാരുടെ ചിന്തകളിലാണ് ദൈവം ലിമിറ്റഡ് ആയിട്ടുള്ളത്. ദൈവത്തിൻ്റെ പവർ പോലും പലരുടെയും വിശ്വാസം വളരെയധികം ലിമിറ്റഡ് ആണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ചിന്തകളിലായിരിക്കും ദൈവത്തിന് ലിമിറ്റേഷൻസ് ഉള്ളത്. ഗോഡ് ഇസ് എൻ അൺലിമിറ്റഡ് ഗോഡ്. ഗോഡ് ക്യാൻ ഡു എനിത്തിങ്. ഇത് വിശ്വാസമുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ ആ ഒരു അൺലിമിറ്റഡ് പവർ, ഹിസ് മാഗ്നിഫിസൻസ്, ഹിസ് ലവ്, ഹിസ് ഗ്രേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കലും കരുതരുത് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ റെഫറൻസോടുകൂടിയ വചനങ്ങൾ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. എൻ്റെ കോശങ്ങളിൽ നിന്നും രോഗം ഒഴിഞ്ഞു പോകുന്നു, എൻ്റെ ദൈവം എൻ്റെ കോശങ്ങളെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും അതും ഫെയ്ത്ത് ഡിക്ലറേഷൻസ് ആണ്.
ഈ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങളുടെ ഏത് അവസ്ഥകളിൽ മേലും ആ ഒരു അവസ്ഥകളിൽ നിന്നും നിങ്ങൾ എങ്ങനെയാണ് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പ്രൊഫസി ചെയ്യുക. നിങ്ങൾ പ്രൊഫസി ചെയ്യുന്ന കാര്യങ്ങളുടെ മേൽ യഹോവ തൻ്റെ ജീവശ്വാസം ഊതി നിങ്ങളുടെ ചത്ത അവസ്ഥകൾക്ക് തീർച്ചയായും ജീവൻ നൽകുന്നതായിരിക്കും. ചത്ത അവയവങ്ങളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നതായിരിക്കും. Nothing is impossible for God. So fall in love with the word of God and fall in love with Jesus.